ഞാൻ ആക്ച്വലി ഒരു ബിഗിനറാണ്. എൻ്റെ അത്രയ്ക്ക് പോലും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഹൈ ഓൾ, വെൽക്കം ബാക്ക്. ഒരു ഇടക്കാല വീഡിയോ ആയിട്ട് വീണ്ടും വന്നേക്കാണ്. വേറെ ഒന്നല്ല, നമ്മളൊരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. പുതിയ വണ്ടിയല്ല, ഇപ്പം ഏകദേശം ഞാൻ ഫസ്റ്റ് ബാച്ച് എടുത്താണ്, ഒരുപാട് നാളായിട്ടുണ്ട്. പക്ഷെ വേറെ ഒന്നുമല്ല, അതിന്റെ മീറ്റർ കൺസോളിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ചെയ്യാനാണ്. കാരണം എന്താ വെച്ചാൽ 450 യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ഞാൻ ജസ്റ്റ് സംസാരിച്ചപ്പോൾ അവരാരും മീറ്റർ ഉപയോഗിക്കേണ്ട പോലെയല്ല യൂസ് ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് മീ. ഒരുപാട് സ്പെസിഫിക്കേഷൻസ് വരുന്നുണ്ട്, പക്ഷെ കുറെ ഒന്നും അറിയില്ല, കുറെയൊക്കെ മടിയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കുറെയൊക്കെ അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ചെയ്ത് തരാൻ വേണ്ടിയിട്ടായിരുന്നു ജസ്റ്റ് വീഡിയോയിൽ. ജസ്റ്റ് വണ്ടിനെ പറ്റി പറയാം. ഞാനിതിപ്പോ 2024 ഫസ്റ്റ് ബാച്ച് വണ്ടിയാണ്. മാനുഫാക്ചറിങ് 24 ആണ്. ചിലർക്കൊക്കെ 23 മാനുഫാക്ചറിങ് കിട്ടിയിരുന്നു. എന്റെ പക്ഷെ 24 ആണ്. 11,000 കിലോമീറ്റർ കഴിഞ്ഞൊരു വണ്ടിയാണ്. അത്യാവശ്യം ആഫ്റ്റർ മാർക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ ഞാൻ വണ്ടിയുമേ കയറ്റിയിട്ടുണ്ട് എന്നുള്ളത്. ഇതാണ് നമ്മുടെ വണ്ടി. ജസ്റ്റ് മീറ്ററിലേക്ക് പോവാം. നമുക്കിതിൽ റോയൽ എൻഫീൽഡ് 3 മോഡ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് മോഡ് എന്ന് പറഞ്ഞാൽ ഈ അപ്പാച്ചി R63 ടണ്ണിലുള്ള പോലെ അല്ല ആക്ച്വലി ആ മോഡ് വർക്ക് ചെയ്യുന്നത്. ജസ്റ്റ് കൺസോൾ ഓൺ ആയി വരുമ്പോൾ ആ ഒരു വ്യൂ നമുക്ക് നോക്കാം. ഹിമാലയൻ. ജസ്റ്റ് ഞാനത് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസിനെ പറ്റിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതൊരു മോഡ് ബട്ടൺ ആണ് വരുന്നത്. അതായത് ഇതിനൊരു 4 മോഡ് വരുന്ന പറഞ്ഞല്ലോ. 4 ഇല്ല, ആക്ച്വലി 2 ഉള്ളൂ. ആ മോഡ് ഹാൻഡിൽ ചെയ്യാനുള്ള സ്വിച്ച് ആണ് ഈ ഒരു മോഡ് സ്വിച്ച്. പിന്നെ ഇഗ്നിഷൻ ഓൺ ഓഫ് സ്വിച്ച്. പിന്നെ ഇവിടെ ഒരു ഹസാർഡിലെ സ്വിച്ച് വരുന്നുണ്ട്. റൈറ്റ് സൈഡിൽ അത്ര മാത്രമേ വരുന്നുള്ളൂ. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹൈ ബീം, ലോ ബീം, പാസ് വരുന്നുണ്ട്. പാസ് മറ്റേ ഇവിടെയല്ല, ഈ ഇതിൽ തന്നെയാണ് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ഇതാണ് മെയിൻ ജോയ്സ്റ്റിക്ക്, അതായത് നമ്മുടെ മീറ്റർ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച് ഇതാണ് വരുന്നത്. ഇതിനെപ്പറ്റി പറയാന്നുണ്ടെങ്കിൽ ഒരുപാട് കഥകളുണ്ട്. കാരണം ഒരു 3 തവണ മാറ്റിയിട്ടുള്ള സ്വിച്ചാണ് ഇപ്പൊ ഇരിക്കുന്നത്. അതായത് ഞാൻ എടുത്ത ടൈമിലും മഴക്കാലത്തിലേക്കൊക്കെ വന്നു തുടങ്ങിയപ്പോ വെള്ളം കയറി കഴിഞ്ഞാൽ സ്പോട്ടിൽ സാധനം അടിച്ചു പോകും. പിന്നെ നമുക്കിത് കൺട്രോൾ ചെയ്യാനേ പറ്റിയിരുന്നില്ല. അങ്ങനെ കുറെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വരുന്നൊരു ഹോം ബട്ടൺ, പ്രസ് ചെയ്ത് നമുക്ക് ബാക്കിലേക്ക് പോകാനുള്ള ഹോം ബട്ടണാണ് വരുന്നത്. ഇതാണ് സ്വിച്ചിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഹോൺ വരുന്നുണ്ട്. ഒരു അത്ര യൂസ്ഫുൾ അല്ലാത്ത, എന്നാൽ വലിയ കുഴപ്പമില്ലാത്തൊരു ഹോൺ മാത്രമേ പറയാൻ പറ്റുള്ളൂ. മോഡ്സിന്റെ ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇതിൽ മീറ്ററിൽ തന്നെ 2 മീറ്റേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. അതായത് ഇത് അനലോഗ് ആയിട്ടും വരുന്നുണ്ട്. അതായത് RPM നമുക്കുള്ള അനലോഗ് ഡിസൈനിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ ആയിട്ടും വരുന്നുണ്ട്. നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോഡ് ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് ഡിജിറ്റലിലേക്ക് മാറും. ഈ ഡിജിറ്റലിലേക്ക് മാറുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോയൽ എൻഫീൽഡ് 450 തൊട്ട് ഗൂഗിൾ മാപ്പ്, അതായത് നമ്മുടെ മീറ്ററിൽ തന്നെ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിജിറ്റൽ കൺസോൾ കൊടുക്കുന്നത്. ഡിജിറ്റലിലേക്ക് ആയ ഉപകാരം എന്ന് വെച്ചാൽ ഈ ഒരു സൈഡ് മുഴുവൻ നമുക്ക് മാപ്പിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അതിന് പുറമെ ഉള്ള കൺട്രോൾസ് നമുക്ക് അതിൽ തന്നെ കിട്ടും. ട്രിപ്പ് കാര്യങ്ങളൊക്കെ അതിൽ തന്നെ വരുന്നുണ്ട്. അത് ഫോൺ കണക്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ബാക്കി ഫീച്ചേഴ്സ് അതിൽ ആഡ് ആയിട്ട് വരുള്ളൂ. ബാക്കി മോഡ്സിലേക്ക് കടക്കാം. മോഡ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആക്ച്വലി ഒരു ബിഗിനറാണ്. എൻ്റെ അത്രയ്ക്ക് പോലും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്നേക്കാൾ പ്രോ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയായിരിക്കാം. അങ്ങനത്തെ കേസുകളുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. അപ്പോൾ മോഡ് സ്വിച്ച് വരുമ്പോൾ നമുക്ക് ഇതാണ് സ്വിച്ച് വരാൻ പറഞ്ഞല്ലോ. ജസ്റ്റ് 1 ടാപ്പ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫോമൻസ് മോഡ്സ് നമുക്ക് 2 മോഡ്സ് ആണ് വരുന്നത്. പെർഫോമൻസും എക്കോ മോഡാണ് വരുന്നത്. 4 മോഡ് എന്ന് പറയുന്നത് ഇതാണ് സംഭവം. പെർഫോമൻസ് മോഡിൽ നമുക്ക് ABS ഓൺ ആയിട്ട് യൂസ് ചെയ്യാം. റിയർ ABS ആണ്. റിയർ ABS ഓഫ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. പെർഫോമൻസിൽ അങ്ങനെ 2 സെക്ഷൻ. ഇനി ജസ്റ്റ് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എക്കോ മോഡിലേക്ക് മാറും. എക്കോ മോഡിൽ 2 മോഡ്, അതായത് 2 സെക്ഷൻ. എക്കോ മോഡിൽ റിയർ ABS ഓഫ് ചെയ്യാം. അങ്ങനെയാണ് ടോട്ടൽ 4 മോഡ് പറയുന്നത്. ആക്ച്വലി 2 മോഡാണ്. ആ 2 മോഡിൽ 2 സെക്ഷൻ ആയിട്ട് ABS ഓഫ് ചെയ്തിടാന്ന് മാത്രം. അതാണ് 4 മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഏത് മോഡിലാണെന്ന് അറിയാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ സ്പീഡോമീറ്ററിന്റെ മുകളിൽ 0യുടെ മുകളിലൊരു, അതായത് എക്കോ പോലുള്ളൊരു സിമ്പിള്, അതാണ് എക്കോ മോഡ്. പെർഫോമൻസ് മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു RPMന്റെ ചിഹ്നത്തിലേക്ക് വരും. അതാണ് മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സ്വിച്ച് കൊണ്ട് നമുക്ക് 4 മോഡ്. നമുക്ക് റണ്ണിങ്ങിൽ മാറ്റാൻ പറ്റില്ല. നമ്മൾ ന്യൂട്രൽ ചെയ്തിട്ട് മാറ്റാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ABS കൺട്രോളിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിർത്തി തന്നെ വേണം. മോഡ്സ് മാറ്റാൻ പറ്റും. നമ്മൾ ക്ലച്ച് അപ്ലൈ ചെയ്തൊരു 10 സെക്കൻഡ് ഒരു 8 സെക്കൻഡ് ഒന്ന് റണ്ണിങ്ങിലാണെന്നുണ്ടെങ്കിൽ ക്ലച്ച് അപ്ലൈ ചെയ്താൽ നമുക്ക് മോഡ്സ് മാറ്റാൻ പറ്റും. എല്ലാ ഇഗ്നിഷൻ സൈക്കിളിലും നടക്കണമെന്നില്ല. ചിലപ്പോൾ ഒന്ന് കീ ഓഫ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരാറുണ്ട്, എറർ കാണിക്കാറുണ്ട്.
എക്കോ മോഡും പെർഫോമൻസ് മോഡും നമുക്ക് റണ്ണിങ്ങിലാണെന്നുണ്ടെങ്കിലും മാറ്റാൻ പറ്റും. ABS-ലേക്ക് വരണമെന്നുണ്ടെങ്കിൽ വണ്ടി എന്തായാലും നിർത്തിയേ പറ്റൂ. നിർത്തിയാൽ മാത്രമേ നമുക്ക് ABS-ലേക്ക് കൺട്രോൾ കിട്ടുള്ളൂ. മോഡ്സിന്റെ കേസ് പറഞ്ഞല്ലോ, മോഡ്സ് അത്രേ ഉള്ളൂ. 4 മോഡ്സ് എന്ന് പറഞ്ഞിട്ട് വലിയ സംഭവമായിട്ട് വന്നതാണ്. മോശമാണെന്നല്ല ഞാൻ പറയണത്, ആക്ച്വലി അത് 4 മോഡല്ല, 2 മോഡാണ്. സെക്ഷൻ വൈസ് തിരിച്ചേക്കാണ്. ഇനി നമുക്ക് മീറ്ററിലേക്ക് നോക്കി നോക്കാം. മീറ്ററിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ തന്നെയാണ് ഗിയർ ഇൻഡിക്കേഷൻ വരുന്നത്. അതിന്റെ തൊട്ടപ്പുറത്ത് നമുക്ക് സൈഡ് സ്റ്റാൻഡിന്റെ ഒരു ഇൻഡിക്കേഷൻ കൊടുക്കുന്നുണ്ട്. സ്റ്റാൻഡിലാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റാൻഡ് നമുക്ക് അവിടെ കാണുന്നുണ്ട്. അത് സ്റ്റാൻഡ് തട്ടി കഴിഞ്ഞാൽ അത് ഉണ്ടാവില്ല. പിന്നെ ഫസ്റ്റ് സെക്കൻഡ് ഫസ്റ്റിലേക്ക് വീഴുന്നില്ല. അവിടെയാണ് നമുക്ക് ഗിയർ ഇൻഡിക്കേഷൻസ് വരിക. അതിന്റെ അപ്പുറത്ത് നമുക്ക് സ്പീഡോമീറ്റർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഞാൻ നേരത്തെ കാണിച്ചല്ലോ മോഡിന്റെ ഒരു ചിഹ്നമാണ് ആ കാണുന്നത്. അത് എക്കോ മോഡിലേക്ക് അയാൾ ലീഫിന്റെ ചിഹ്നത്തിലേക്ക് മാറും. പിന്നെ ഇപ്പൊ ABS-ന്റെ ഇഷ്യൂ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ പോയി കിട്ടുമായിരുന്നു. കിലോമീറ്റർ വരുന്നുണ്ട്, ടൈം വരുന്നുണ്ട്, ക്ലൈമറ്റ് എത്ര ഡിഗ്രി സെൽഷ്യസിലാണോ ഇപ്പൊ നിൽക്കുന്നതെന്നുള്ള ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കുന്നുണ്ട്. 28 ഡിഗ്രിയിലാണ് ക്ലൈമറ്റ് നിൽക്കുന്നത്. ഞാൻ ഫോണിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ആക്യുറേറ്റ് ആണ്, വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. പിന്നെ ഒരു റൗണ്ട് RPM-ലാണ് വരുന്നത്. അത് നമുക്ക് 1 to 9 ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഡിജിറ്റലിലേക്ക് പോകുമ്പോൾ, അതായത് അനലോഗിന് മാറി ഡിജിറ്റലിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ ഒരു 1 to 9 എന്നുള്ളത് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവില്ല. ജസ്റ്റ് സിമ്പിൾ മാത്രമേ നമുക്ക് ഇവിടെ കയറുള്ളൂ. ജസ്റ്റ് കാണിച്ചു തരാം. അതാണ് RPM ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് 1 to 9 ആയിട്ട് റൈറ്റിംഗിൽ ഇല്ലാന്ന് മാത്രം. ഇതുപോലെയാണ് RPM കയറുക. മോഡ് മാറ്റി അനലോഗിലേക്ക് തന്നെ ഒന്ന് മാറുന്ന കാണാൻ തന്നെ നല്ല രസമാണ്. ഇനി മെയിൻ ആയിട്ട് നമ്മുടെ ജോയ്സ്റ്റിക്കിന്റെ യൂസ് വരുന്നത് എവിടെയാണ്? അതായത് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പ് കിട്ടും. നമുക്ക് ഇതിൽ 2 ട്രിപ്പാണ് വരുന്നത് ടോട്ടല്. അത് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് ഇടയ്ക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇത്ര വലിയൊരു വണ്ടിയിൽ 2 ട്രിപ്പ്. കാരണം ഞാൻ ചില ടൈമിൽ അത് എനിക്കൊരു 3 ട്രിപ്പ് എങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഉപകാരമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇതിൽ 2 അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ 2 ട്രിപ്പ് ഫ്യൂവൽ റേഞ്ച് വരുന്നുണ്ട്, ഫ്യൂവൽ കൺസംഷൻ വരുന്നുണ്ട്. അതായത് ലൈവ് മൈലേജ് ആയിട്ട് നമുക്ക് സ്പോട്ടിൽ കിട്ടും. പിന്നെ വരുന്ന വോൾട്ടേജ് ആണ്. അത് നമ്മൾ ഫോഗൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ പറ്റും. അത് യെല്ലോ ഫോഗിലാണ് കിടക്കുന്നത്. ഫോഗ് ലൈറ്റ് ഒന്നും യൂസ് ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ അത് അനങ്ങുന്ന പോലും കാണില്ല. ഇതുപോലെ താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിൻ ടെമ്പറേച്ചർ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിലൊരു സാധനം ഓഫ് ചെയ്തിട്ടുണ്ട്. സർവീസ് ഇൻഡിക്കേഷൻ ആണ്. ഇത്ര കിലോമീറ്റർ കഴിഞ്ഞാൽ സർവീസ് എന്നുള്ള ഒരു ഇത് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് അനലോഗിൽ നമുക്ക് ഇത്ര ഡീറ്റെയിൽസ് ആണ് ഈ ജോയ്സ്റ്റിക്ക് വെച്ച് യൂസ് ചെയ്യാൻ പറ്റുക. അതിന് പുറമെ നമുക്കിനി ഡിജിറ്റലിലേക്ക് ഒന്ന് നോക്കി നോക്കാം. നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ട്രിപ്പ് കിട്ടും. അതായത് നമ്മൾ അനലോഗിൽ നോക്കുമ്പോൾ ആവറേജ് മൈലേജും ടോട്ടൽ കിലോമീറ്ററും ആണ് കാണിച്ചിരുന്നത്. ഇതിൽ നമുക്ക് ആവറേജ് സ്പീഡ് കിട്ടും. അതുപോലെ തന്നെ നമ്മളെടുത്ത ആ ഒരു കിലോമീറ്റർ റൈഡ് ചെയ്തെടുത്ത ടൈമും കിട്ടും. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിജിറ്റൽ മീറ്ററിൽ ഇട്ട് കഴിഞ്ഞാൽ കിട്ടും. പിന്നെ സെയിം ഫ്യൂൽ റേഞ്ച് ഒക്കെ സെയിം തന്നെയായിട്ടാണ് വരിക. ഫ്യൂൽ കൺസംഷൻ സെയിം തന്നെയാണ് വരിക. ബാക്കിയെല്ലാം അതുപോലെ തന്നെ വലിയ ഡീറ്റെയിലിംഗ് ആയിട്ടൊന്നും കൊടുക്കുന്നില്ല. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു മീറ്റർ ഹോം പേജ് എന്ന് പറഞ്ഞൊരു സംഭവം അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഈ സംഭവം നമ്മൾ വണ്ടി ഓൺ ആക്കുമ്പോൾ ഈ ഒരു ടൈപ്പിലാണ് വരിക. അതായത് ഒന്നും ഉണ്ടാവില്ല. അത് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് മീറ്ററിലേക്ക് വരിക, ട്രിപ്പിലേക്ക് വരിക. അത് നമുക്ക് റൈറ്റിലേക്കാണ് സ്വൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിലേക്കാണ് സ്വൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റിംഗ്സിലേക്ക് കടക്കാൻ പറ്റും. അതായത് ഈ സെയിം സംഭവം ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സിലേക്ക് കിടക്കും. അതിൽ നമുക്ക് അപ്പിയറൻസ് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പിയറൻസിൽ വരുന്നത് ഗോൾഡൻ ലൈൻ. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓടോ, അതായത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇത് വരുന്ന ഓടോ ആണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ട്രിപ്പ് ആക്കാൻ പറ്റും. കണ്ടില്ലേ, അവിടേക്ക് ട്രിപ്പായി. ട്രിപ്പ് 2 140 എടുക്കുന്നത്. അത് കാരണം എനിക്ക് വ്യത്യാസം വരില്ല, ട്രിപ്പ് 2 ഇടാൻ പറ്റും. പക്ഷെ ഞാൻ മെയിനായിട്ട് ഓടോ തന്നെയാണ് അതിൽ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇപ്പൊ നേരത്തെ ടെമ്പറേച്ചർ കാണിച്ചിരുന്നല്ലോ. ടെമ്പറേച്ചർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ഓഫ് ചെയ്തിടാം. ഇപ്പൊ ടൈം മാത്രമാവും. ഞാനത് ഓൺ ആക്കിയിട്ട് തന്നെയാണ് ഇടുന്നത്. പിന്നെ ഈ സെറ്റിംഗ്സിൽ നിന്ന് ബാക്കിലേക്ക് വരാനാണ് നമ്മൾ ആ ഒരു ഹോം ബട്ടൺ ഞെക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ട് ബാക്കിലെ പേജിലേക്ക് വരും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്താൽ ഡാർക്ക് തീമും ഓട്ടോയും വരുന്നുണ്ട്. ഇപ്പോൾ ലൈറ്റ് ഒരു 6 മണി ടൈം ആയ കാരണം വൈറ്റ് തീമിലേക്ക് പോകുന്നില്ല, ഡാർക്കിൽ തന്നെയാണ് കിടക്കുന്നത്. അത് നമുക്ക് എപ്പോഴും ഡാർക്ക് ആക്കിയിരുന്നുണ്ടെങ്കിൽ എപ്പോഴും ഡാർക്ക് ആക്കിയിടാം. പിന്നെ ബ്രൈറ്റ്നസ് ലെവൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ജോയ്സ്റ്റിക്കുമ്പോൾ തന്നെയാണ്.
രണ്ടും കൂടെ കാണിച്ചു തരാൻ നോക്കാം. ഇങ്ങനെയാണ് ആ ഒരു ടൈപ്പ് ഓപ്ഷൻ വരുന്നത്. പിന്നെ ജസ്റ്റ് ബാക്ക് അടിക്കാൻ ഹോം ബട്ടൺ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് ബാക്കിലത്തേക്ക് വരും. പിന്നെ സ്ക്രീൻ ടൈപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അനലോഗും ഡിജിറ്റലും. അത് നമുക്ക് ഇതിലും കയറി മാറ്റാം, അതിന്റെ ആവശ്യം വരുന്നില്ല ആക്ച്വലി. അതിന്റെ ഫീച്ചേഴ്സ് കഴിഞ്ഞു. ഇത് ഏകദേശം ഇത്രയൊക്കെയാണ് വരുന്നത്. നമ്മൾ പിന്നെ അപ്പിയറൻസിലേക്ക് ബാക്ക് കഴിഞ്ഞാൽ ട്രിപ്പ് പ്രിഫറൻസ് വരുന്നുണ്ട്. ട്രിപ്പ് പ്രിഫറൻസ് വരുന്നത് റീസെറ്റ് ട്രിപ്പ്, അതായത് നമുക്ക് ട്രിപ്പ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അതിൽ വരിക. പിന്നെ അനലോഗ് കണ്ടന്റ്, അനലോഗ് കണ്ടന്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരെണ്ണം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്. അതായത് അനലോഗ് കണ്ടന്റ് എന്ന് പറയുന്നത് ട്രിപ്പിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് അടിയിൽ കാണിക്കുന്ന ഡീറ്റെയിൽസ് മെയിൻ ട്രിപ്പും കിട്ടും, ഏവറേജ് ഫ്യൂവൽ കൺസംഷനും കിട്ടും. അത് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ട്രിപ്പ് ടൈം ഇടാം, ഏവറേജ് സ്പീഡ് ഇടാം, മാക്സ് സ്പീഡ് ഇടാം. അതായത് ഡിജിറ്റൽ മീറ്ററിൽ ഇടണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ കിട്ടും. പക്ഷെ അനലോഗിൽ ആകെ 2 എണ്ണം ഇടാൻ പറ്റുള്ളൂ. ആ 2 എണ്ണത്തിൽ ഏതെങ്കിലും നമുക്ക് ഇതിലേക്ക് ഇടാൻ പറ്റും. പിന്നെ ഡിജിറ്റൽ കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം സ്പീഡും കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ 4 ഓപ്ഷൻ ആയത് കാരണം നമുക്ക് അതിൽ ഏതെങ്കിലും മാറ്റി ഇടാൻ പറ്റും. അതും നമുക്ക് എന്താ പറയാ മോഡിഫൈ ചെയ്ത് യൂസ് ചെയ്യാം. നമുക്ക് ഇതിന് ഫോൺ കണക്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ഓൾറെഡി ഞാൻ ഇതിൽ ആപ്പ് ലോഗിൻ ചെയ്തിട്ടിട്ടുണ്ട്. ഞാനൊന്ന് ആപ്പ് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. എന്നാലാണ് നിങ്ങൾ സ്റ്റാർട്ടിങ് തൊട്ട് വരുന്ന പ്രൊസീജിയേഴ്സ് കാണിക്കുള്ളൂ. ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, ഞാൻ എൻ്റെ നമ്പർ അടിച്ചിട്ട് ആദ്യം തൊട്ട് ലോഗിൻ അല്ല, നമുക്ക് നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ഒരു OTP വരും. ജസ്റ്റ് വെരിഫൈ ചെയ്യാം. ജസ്റ്റ് പേര് കൊടുക്കുന്നുള്ളൂ. അതായത് റോയൽ എൻഫീൽഡിന്റെ മോട്ടോർ സൈക്കിൾ ഓൺ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. യെസ് കൊടുത്തു. നമുക്ക് ഫോൺ കണക്ട് ചെയ്യാം. ഫോൺ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് വരുന്നത് പലർക്കും ഡൗട്ടാണ്. ഇത് ആക്ച്വലി ഞാൻ അന്നത്തെ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. കുറച്ച് ടൈം ഡിലേസ് വന്നപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ഇതിലൊരു കോഡ് വരുത്തണം. അതായത് നോർമലി ഹോം ഇങ്ങനെയാണല്ലോ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് സ്വിച്ച് ഒന്ന് ലെഫ്റ്റിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പ് കിട്ടും. അതേപോലെ തന്നെ റൈറ്റിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോമിലേക്ക് പോകും. ആ സെയിം തന്നെ നമ്മൾ റൈറ്റിലേക്ക് ഒരു 3 സെക്കൻഡ് പുഷ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് കണക്ട് ചെയ്യാനുള്ള കോഡ് വരും. കോഡ് ഓപ്പൺ ആയി വരും. അതിനുശേഷം നമുക്ക് നേവിഗേറ്റർ എടുക്കുക, അല്ലെങ്കിൽ ഫോൺ കണക്ട് കൊടുക്കുക, ആഡ് ന്യൂ ഡിവൈസ് എടുക്കുക. വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ട്രിപ്പർ ഡാഷ് എടുക്കുക, അലോ കൊടുക്കാനുണ്ടായിരിക്കും. ഈ ട്രിപ്പർ ഡാഷ് എടുത്തു കഴിഞ്ഞാൽ ഒരു ക്യാമറ സ്കാനിങ് വരും. അതായത് നമ്മളത് അതിലുള്ളത് പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. അപ്പൊ ആ ഒരു കോഡ് നമുക്ക് ഇവിടെ തെളിഞ്ഞു വരും. പക്ഷേ ഇതിലുള്ള 0 ഒക്കെ ചിലപ്പോൾ ഇതിൽ O ആയിട്ടാണ് കയറി വരിക. ഇപ്പൊ കറക്റ്റ് ആയിട്ട് സ്കാൻ ആയിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. അതെ, 0 ഉള്ളതൊക്കെ O ആയിട്ടാണ് വരിക. അപ്പൊ ചിലപ്പോൾ എറർ കാണിക്കാൻ ചാൻസ് ഉണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. കണക്ട് ഡിവൈസ് കൊടുക്കുക. കൺഫേം കണക്റ്റഡ്. ഇത്രയാണ് ഫോൺ കണക്ട് ചെയ്യാനുള്ള ആവശ്യമുള്ളൂ. ഫോൺ കണക്ട് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് MT ഫ്യൂവലിന് ഒരു വാർണിംഗ് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ നേവിഗേറ്റ് ഇടാം. അതായത് നെക്സ്റ്റ് പെട്രോൾ പമ്പ് വരുന്നത് അടുത്ത് അവർ റെക്കഗ്നൈസ് ചെയ്തിട്ട് അവിടേക്കുള്ള നാവിഗേറ്റ് ചെയ്ത് വരും. ഫോൺ കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോ ഫ്യൂൽ ആയാൽ തന്നെ നമുക്കത് ഓട്ടോമാറ്റിക്കലി വരും. ഇപ്പൊ ഫോണിൽ അങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി മാപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി മാപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മോഡ് മാറ്റുക. മോഡ് മാറ്റി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ജോയ്സ്റ്റിക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാപ്പ് വരും. ഇപ്പൊ നേരെ ഞാൻ
പമ്പ് എൻ്റർ ചെയ്യോ ഡയറക്ഷൻ കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഡയറക്റ്റ് വന്നതാണ്. ഏറ്റവും അടുത്ത പമ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭാരത് പെട്രോൾ പമ്പാണ് വരുന്നത്. അവിടേക്കുള്ള കറക്റ്റ് ലൊക്കേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഫോണ് ഒരു തരത്തിലും അനങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ ഫോൺ ഇങ്ങനെ തന്നെ വെക്കാൻ പറ്റുള്ളൂ, ലോക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ ലോക്ക് ചെയ്താൽ ഉണ്ടാവും ഞാൻ കാണിച്ചു തരാം. പോയി കണ്ടില്ലേ, ഏതാണ് ലോക്ക് ചെയ്താൽ വീണ്ടും വീണ്ടും വരില്ല. ഓക്കെ, ഓട്ടോമാറ്റിക്കലി വരും. ഇങ്ങനെയാണ് ഫോൺ കണക്ട് ചെയ്യുക. പിന്നെ മൈ വെഹിക്കിൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ ട്രിപ്പിൽ, അതായത് ഞാൻ നേരത്തെ ഒരു കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടായിരുന്നല്ലോ, അതായത് ഞാൻ കാണിച്ചു തരാം. ഇതിൽ നമുക്ക് ട്രിപ്പ് 1, ട്രിപ്പ് 2, ഫ്യൂൽ റേഞ്ച്, ഫ്യൂൽ കൺസംഷൻ, ഇതിലും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഏതൊക്കെ ആഡ് ചെയ്യാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൈ വെഹിക്കിൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, ട്രിപ്പ് 2 ആഡ് ചെയ്തിട്ടുണ്ട്, ഫ്യൂൽ റേഞ്ച്, ഫ്യൂൽ കൺസംഷൻ, ലൈവ് മൈലേജ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ബാറ്ററി ഗേജ്, സർവീസ് ട്യൂബ്. ഇതും കൂടെ ഓണാക്കി കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് സർവീസ് എന്നാന്നുള്ള ഒരു ഇൻഡിക്കേഷൻ കൂടെ നമുക്ക് കിട്ടും. ഇത്ര ഓപ്ഷൻസ് ആണ് നമുക്ക് അതിലേക്ക് കൊണ്ടിടാൻ പറ്റുക. പിന്നെ വരുന്നത് സിസ്റ്റം വരുന്നുണ്ട്. സിസ്റ്റത്തിൽ നമുക്ക് ക്ലോക്ക് വരുന്നുണ്ട്. 24 hours 12 hours നമുക്ക് ഇടാൻ പറ്റും. ടൈം അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ടൈം ഓട്ടോമാറ്റിക്കലി സെറ്റ് ആയിക്കോളും. പിന്നെ സ്പീഡ് വരുന്നത് നമുക്ക് ഇത് ചെറിയ സ്വിച്ച് ആയ കാരണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് പോകും. സ്പീഡ്, ഡിസ്റ്റൻസ്, കിലോമീറ്റേഴ്സ് ഇടാം, നമുക്ക് മൈൽസ് ഇടാം. നമുക്ക് നോർമലി കിലോമീറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഫ്യൂൽ കൺസംഷനിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിലോമീറ്റർ ഇടാം, ലിറ്റർ പെർ കിലോമീറ്റർ ഇടാം. ഓ മൈ ഗോഡ്, അതിനെപ്പറ്റി ഒന്നും എനിക്ക് വലിയ പിടിയില്ല. ഏതായാലും മാറ്റി ഇടാൻ പറ്റും. ടെമ്പറേച്ചർ ഒന്ന് വരുന്നുണ്ട്. ടെമ്പറേച്ചർ നമുക്ക് സെൽഷ്യസിൽ ഇടാം, ഫാരൻഹൈറ്റിൽ ഇടാം. അതും സെൽഷ്യസ് തന്നെ യൂസ് ചെയ്യുന്നത്. ലാംഗ്വേജസ് വരുന്നുണ്ട്. ഇറ്റാലിയൻ, സ്പാനിഷ്, പോർച്ചുഗീസ്, അതൊന്നും നമുക്ക് യൂസ്ഫുൾ അല്ല. ലാംഗ്വേജസ് വരുന്നുണ്ട്. പിന്നെ നോർമലി ഫാക്ടറി റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു ഡിവൈസ് വരുന്നത്. വണ്ടിയുടെ മീറ്ററിന്റെ ഭാഗത്ത് ഇത്രയൊക്കെ അഡ്വാൻസ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് പഴയ ഹിമാലയൻ 411 വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ 450 കൊണ്ടുവന്നിട്ടുള്ളത്. 450 ഇറങ്ങിയതിന് ശേഷം വീണ്ടും ഒരുപാട് അപ്ഡേറ്റ്സ് അവർ കൊണ്ടുവന്നു. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫസ്റ്റ് ബാച്ച് എടുത്തിട്ടുള്ളത് ട്യൂബ് വീൽസ് ആണ് വരുന്നത്. അവരിപ്പോൾ ട്യൂബ്ലെസ് ഇറക്കി. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 12,000 സംതിങ് മറ്റോ അടച്ചു കഴിഞ്ഞാൽ എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ, കറക്റ്റ് ആണോന്ന് അറിയില്ല, ഈ ട്യൂബ്ലെസ് ട്യൂബ് ടയർ എന്നുള്ളത് ട്യൂബ്ലെസ് ടയർ ആക്കാൻ പറ്റും. പുതിയ അപ്ഡേഷൻ അങ്ങനെയാണ്. അതിനും പുറമെ ഈ ഹിമാലയനിൽ തന്നെ 650 വരുന്നുണ്ടെന്നും കേൾക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇപ്പൊ ഹിമാലയന്റെ മെയിൻ അപ്ഡേറ്റ്സ്. ഇപ്പൊ മീറ്ററിന്റെ കേസ് ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും ഇത്ര അധികം ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയണ്ടായിരുന്നില്ല. അതൊന്ന് ഷെയർ ചെയ്താണ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.